കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 4.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 4.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, 75 92 93 96 16. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹലോ എവ്രിവൺ, ഇഗ്നോ മുൻകാല ചോദ്യപേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസിലേക്ക് സ്വാഗതം. BA ഹിസ്റ്ററിയുടെ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ 750 to 1206 CE ആ പേപ്പർ ആണ് നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യാൻ പോകുന്നത്. ജൂൺ 2025 ടേം ആൻഡ് എക്സാമിനേഷന് എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യാം, ഏതൊക്കെ ടോപ്പിക്കാണ് കൂടുതലായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളത് എന്നൊക്കെ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. സോ ഫസ്റ്റ് സിലബസ് മാപ്പിംഗ്, ഓരോ ബ്ലോക്സ് ആൻഡ് യൂണിറ്റ് വൈസ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഏതൊക്കെ ടോപ്പിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ആൻഡ് നെക്സ്റ്റ് എക്സാം പാറ്റേൺ അനാലിസിസ്, ലോങ് ആൻസർ ആണോ ഷോർട്ട് നോട്ട് ആണോ അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണോ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്, ഇതൊക്കെ എത്ര മാർക്കിന് ചോദിക്കുന്നു എന്നുള്ളൊരു പാറ്റേൺ അനാലിസിസ്. പിന്നെ റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ, അതായത് റിപ്പീറ്റ് ആയി വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, അതിന്റെ ബേസിൽ ഇനി വരാൻ ചാൻസ് ഏറ്റവും കൂടുതലുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, അപ്പം അത് പ്രെഡിക്ട് ചെയ്തതിന് ശേഷം ഒരു മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പർ ജൂൺ 2025 ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം, എങ്ങനെയൊക്കെ ആയിരിക്കും, ഏതൊക്കെ പാറ്റേൺ ആയിരിക്കും ചോദിക്കുക എന്നുള്ള ഒരു മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പർ. ആൻഡ് അതിന്റെ ബേസിൽ മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീംസ്. പിന്നെ ഇത് നോക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇപ്പൊ 2022 2023 2024 ക്വസ്റ്റ്യൻ പാറ്റേൺ അനുസരിച്ചിട്ടാണ് ഇതിൽ എന്തൊക്കെ പാറ്റേൺസ് ആണ് ചേഞ്ച് ചെയ്യുന്നത്, ഏതൊക്കെ ക്വസ്റ്റ്യൻസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. ആൻഡ് നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഹാർഡ് വർക്കിനെങ്കിൽ കൂടുതൽ സ്മാർട്ട് വർക്ക് ചെയ്യുക. അതായത് ഏതൊക്കെ ടോപ്പിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അത് ആദ്യം തന്നെ കവർ ചെയ്ത് കോൺഫിഡൻസ് ആയിട്ടും ക്ലാരിറ്റിയോടെ തന്നെ എക്സാം എഴുതുക. അപ്പൊ സിലബസ് മാപ്പിംഗ് നോക്കുവാണെങ്കിൽ 17 ബ്ലോക്ക് ഉണ്ട്. അതില് ഫസ്റ്റ് ബ്ലോക്കും 10th ബ്ലോക്കും കുറച്ച് ഹൈ ആയിട്ട് നിൽക്കുന്നതാണ് അല്ലെ. അപ്പം അതിനകത്താണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ഇത് 2022 തൊട്ട് 2024 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തിട്ടാണ്. ആൻഡ് ഇത് നോക്കുവാണെങ്കിലും ഹീറ്റ് മാപ്പ് നോക്കുവാണെങ്കിലും ഏറ്റവും കൂടുതൽ, അതായത് റെഡ് കളറിൽ കാണുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ്. ആൻഡ് ഡാർക്ക് യെല്ലോയിൽ കാണുന്നത് മീഡിയം റെലവൻസ് വരുന്നത്. ആൻഡ് ലൈറ്റ് യെല്ലോ അല്ലെങ്കിൽ യെല്ലോയിൽ കാണുന്നതാണ് ലോ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്സ്. അപ്പം യൂണിറ്റ് 1-നകത്താണെങ്കിലും ബ്ലോക്ക് 1 നോക്കുവാണെങ്കിൽ ബ്ലോക്ക് 1 യൂണിറ്റ് 1 ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ഓൾസോ യൂണിറ്റ് 2 ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ ബ്ലോക്കിലെയും ഓൾമോസ്റ്റ് എല്ലാത്തിലെയും യൂണിറ്റ് 2 ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സോ അതിന്റെ ബേസിൽ വരുന്നതാണ്. ആൻഡ് ഓരോ യൂണിറ്റ് ആയിട്ടല്ല ഓരോ ടോപ്പിക്സ് ആയിട്ട് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ബ്ലോക്കില് ബയോഗ്രാഫീസ് ആൻഡ് ചരിതാസ്, ഇൻസ്ക്രിപ്ഷൻസ്, ക്രോണിക്കൽസ് ഓർ വംശാവലീസ്, ഈ 3 ടോപ്പിക്കും ഹൈ റെലവൻസി വരുന്നതാണ്. ഹൈ റെലവൻസ് എന്ന് പറഞ്ഞാൽ 10 തവണയോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ തവണയോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഹൈ റെലവൻസ് എന്ന് പറയാം. ഇനി സെക്കൻഡ് ബ്ലോക്കിൽ രജപുത് ഡൈനാസ്റ്റീസ്, ലീനിയേജ് സ്റ്റേറ്റ് ഓർ ഫ്യൂഡൽ പോളിറ്റി, അത് രണ്ടും രജപുത് ഡൈനാസ്റ്റീസ്, ലീനിയേജ് സ്റ്റേറ്റ് ഓർ ഫ്യൂഡൽ പോളിറ്റി, ഇത് രണ്ടുമാണ് സെക്കൻഡ് ബ്ലോക്കിൽ വരുന്നത്. ഇനി ഓരോ ബ്ലോക്ക് വൈസ് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ബ്ലോക്കിൽ ബയോഗ്രാഫീസ് ആൻഡ് ചരിതാസ് ഹൈ റെലവൻസ് ആണ്, 11 തവണ ചോദിച്ചിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഇൻസ്ക്രിപ്ഷൻസ്, ക്രോണിക്കൽസ് ഓർ വംശാവലീസ്, ഇത് രണ്ടും ബ്ലോക്ക് 1 തന്നെ വരുന്നതാണ്. അപ്പൊ ഈ ഫസ്റ്റ് 3 ടോപ്പിക്ക് ഹൈ റെലവൻസ് ഉള്ള ടോപ്പിക്കാണ്. 10 അല്ലെങ്കിൽ അതിൽ കൂടുതലോ തവണ ചോദിച്ചിട്ടുള്ളതാണ് ഹൈ റെലവൻസ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് ബ്ലോക്ക് നോക്കുവാണെങ്കിൽ രജപുത് ഡൈനാസ്റ്റീസ് ഒരു മീഡിയം ലെവൽ ആണ്, 9 തവണ ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ലീനിയേജ് സ്റ്റേറ്റ് ഓഫ് ഫ്യൂഡൽ പോളിറ്റി അത് 10 തവണയാണ്, ഹൈ റെലവൻസ് ആണ്. ഇനി ബ്ലോക്ക് 3 എടുക്കുവാണെങ്കിൽ രാഷ്ട്രകൂത പോളിറ്റി പിന്നെ പാലാസ്, ഇത് രണ്ടും ഒരു മീഡിയം റെലവൻസിൽ വരികയാണ്, 8 തവണയും 7 തവണയായിട്ടൊക്കെ ചോദിച്ചേക്കുന്നു. ബ്ലോക്ക് 4 ചോളാസ്, ഊർ ആൻഡ് നാട്, ഈ 2 ടോപ്പിക് ആണെങ്കിലും ഇമ്പോർട്ടന്റ് ആണ്. ചോളാസ് ഒരു 6 തവണ ചോദിച്ചിട്ടുണ്ട്. ഊർ ആൻഡ് നാട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, 12 തവണ ചോദിച്ചിട്ടുണ്ട്. ഇനി ബ്ലോക്ക് 5-നകത്താണെങ്കിൽ ടെമ്പിൾ ആർക്കിടെക്ചർ എന്ന ടോപ്പിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, 14 തവണയാണ് ചോദിച്ചേക്കുന്നത്. ബ്ലോക്ക് 5-ല് 5.2 ടെമ്പിൾ ആർക്കിടെക്ചർ 14 തവണ ചോദിച്ചിട്ടുണ്ട്, ഹൈ റെലവൻസ് ആണ്. കോൺക്വസ്റ്റ് ഓഫ് സിന്ധ് ബ്ലോക്ക് 6-ല് വരുന്ന കോൺക്വസ്റ്റ് ഓഫ് സിന്ധ്, ഗസ്നി ഓർ ഗൂരി ഇൻവേഷൻസ്, ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്, അതായത് മീഡിയം അല്ലെങ്കിൽ ഹൈ റെലവൻസിലാണ്. കോൺക്വസ്റ്റ് ഓഫ് സിന്ധ് 10 ആണ്, ഹൈ റെലവൻസ് ആണ്.
മറ്റേത് 8 തവണയാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി 7th ബ്ലോക്കിൽ ഇമ്പാക്ട് ഓഫ് അറബ് ഇൻവേഷൻസ്, ഇമ്പാക്ട് ഓഫ് ടർക്കിഷ് ഇൻവേഷൻസ്. അപ്പൊ ഇൻവേഷൻസ് ചിലപ്പോൾ കമ്പയർ ചെയ്തൊക്കെ ചോദിക്കാം. അപ്പം അത് 8 തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു മീഡിയം റെലവൻസ് കൊടുക്കാം. ആൻഡ് ബ്ലോക്ക് 10 നോക്കുവാണെങ്കിൽ ഫ്യൂഡലിസം ഡിബേറ്റ് 18 തവണയാണ് ചോദിച്ചേക്കുന്നത്. ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. 18 തവണയാണ് ചോദിച്ചേക്കുന്നത് ഫ്യൂഡലിസം ഡിബേറ്റ്. നെക്സ്റ്റ് ബ്ലോക്ക് 12 അർബൻ ഡീകെ 9 തവണ ചോദിച്ചിട്ടുണ്ട്, ഒരു മീഡിയം റെലവൻസ് ആണ്. ബ്ലോക്ക് 13 ഗൈഡ്സ് അത് 10 തവണ ചോദിച്ചിട്ടുണ്ട്, ഹൈ റെലവൻസ് ആണ്. ബ്ലോക്ക് 14 സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ്, ഭക്തി കൾട്ടൊക്കെ പോലുള്ള അതിനെ പറ്റിയൊക്കെ ചോദിച്ചിട്ടുള്ളതും ഹൈ റെലവൻസ് ഉള്ള ഒരു ടോപ്പിക് ആണ്. ബ്ലോക്ക് 15 ശക്തി കൾട്ട് 7 തവണയാണ്, മീഡിയം റെലവൻസ്. 16 സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചർ 8 തവണ ചോദിച്ചിട്ടുണ്ട്, മീഡിയം റെലവൻസ്. ആൻഡ് 17 സയൻസ് ആൻഡ് ടെക്നോളജി 7 തവണ ചോദിച്ചിട്ടുണ്ട്, അതും ഒരു മീഡിയം റെലവൻസ് ആണ്. അപ്പം ഈ ലോ റെലവൻസ് ഉള്ളത് അധികം നമ്മളിപ്പോ ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. അതെന്ന് പറയുമ്പം നമ്മൾ ഏറ്റവും അവസാനം പ്രിപ്പയർ ചെയ്താൽ മതി ലോ റെലവൻസ് ഉള്ള ടോപ്പിക്. ആദ്യം ഈ ഹൈ ആൻഡ് മീഡിയത്തിലുള്ള ടോപ്പിക്ക് പ്രിപ്പയർ ചെയ്യുക, എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിൽ തന്നെ ഏറ്റവും ടോപ്പിക്കിൽ ഏറ്റവും ഹൈ yielding ടോപ്പിക്സ് ആയിട്ട് വരുന്നതാണ് ഫ്യൂഡലിസം ഡിബേറ്റ്. ബ്ലോക്ക് 10 വരുന്നത് 18 തവണ ചോദിച്ചിട്ടുണ്ടെന്ന് കണ്ടില്ലേ, 18 തവണയാണ്, ഹൈ റെലവൻസ് ആണ്. ബ്ലോക്ക് 10 വരുന്നതാണ്. ആൻഡ് നെക്സ്റ്റ് വരുന്ന ടെമ്പിൾ ആർക്കിടെക്ചർ ബ്ലോക്ക് 5 വരുന്നത്. ആൻഡ് നെക്സ്റ്റ് ഇൻസ്ക്രിപ്ഷൻസ് ആൻഡ് ഹിസ്റ്റോറിക്കൽ സോഴ്സസ്, അത് ഫസ്റ്റ് ബ്ലോക്കിൽ വരുന്നതാണ്. അപ്പം ഈ ടെമ്പിൾ ആർക്കിടെക്ചറിലാണെങ്കിലും ഒരു ഇന്റർ ഡിസിപ്ലിനറി ലിങ്ക്സ് വെച്ചിട്ടുണ്ട്, ആർട്ട്, പോളിറ്റി, റിലിജിയൻ ഒക്കെ വെച്ചിട്ട് കൂടുതൽ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടും അനലിറ്റിക്കലും ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് ചോദിക്കുന്നുണ്ട്. ഫ്യൂഡലിസം ഡിബേറ്റിനാണെങ്കിൽ അനലിറ്റിക്കലും ലോങ് ഫോമും ഷോർട്ട് നോട്ട്സും എല്ലാ രീതിയിലും ചോദിക്കുന്നുണ്ട്. ഇൻസ്ക്രിപ്ഷൻസ് ആൻഡ് ഹിസ്റ്റോറിക്കൽ സോഴ്സസ് എന്നാണെങ്കിലും ക്രിറ്റിസിസം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഫ്രീക്വന്റ് ആയിട്ട് അപ്പിയർ ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് എക്സാം പാറ്റേൺ നോക്കുവാണെങ്കിലും ലോങ് എസ്സേയിൽ നമുക്ക് സാധാരണ എന്തൊക്കെ ഫോമാറ്റ്സ് ഉള്ളത്, ലോങ് എസ്സേസ് ഉണ്ട്, ഷോർട്ട് നോട്ട് ഉണ്ട്, ഡോക്യുമെന്റ് ബേസ്ഡ്, പിന്നെ MCQ, കേസ് സ്റ്റഡി, ന്യൂമറിക്കൽ പ്രോബ്ലംസോ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. പക്ഷേ കേസ് സ്റ്റഡിയോ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒന്നും നമ്മുടെ ഈ സബ്ജക്റ്റിൽ അല്ലെങ്കിൽ ഈ ഒരു പേപ്പേഴ്സിലൊന്നും ചോദിക്കാറില്ല. MCQവും അങ്ങനെ ചോദിക്കാറില്ല. അപ്പൊ ഏറ്റവും കൂടുതലായിട്ട് ഇപ്പൊ 2022 മുതൽ 24 വരെയുള്ള പേപ്പേഴ്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ലോങ് എസ്സേസ് ആണ് 50% ചോദിക്കുന്നത്. പിന്നെ ഷോർട്ട് നോട്ട് തന്നെയാണ്. MCQ, ന്യൂമറിക്കലോ കേസ് സ്റ്റഡി ടാസ്കോ ഒന്നും ഈ ഒരു ടൈമിൽ ചോദിച്ചതായിട്ട് കാണുന്നേ ഇല്ല. ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ലോങ് എസ്സേസിനും ഷോർട്ട് നോട്ട്സിനുമാണ്. 50% ഓഫ് മാർക്ക് ലോങ് എസ്സേസിനും ഷോർട്ട് നോട്ടിനും 50% വെച്ചിട്ടാണ്. അതും ഈ ഷോർട്ട് നോട്ടിൽ നമുക്ക് ഓൾറെഡി ഷോർട്ട് നോട്ടിൽ എന്താണ് ഇത് വരുന്നുണ്ട്, ലൈക്ക് ചോയ്സ് വരുന്നുണ്ട്. അങ്ങനെയാണ് ഇപ്പൊ 4 എണ്ണത്തിൽ ഏതെങ്കിലും 2 എണ്ണം എന്നുള്ള രീതിയിൽ സബ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഷോർട്ട് നോട്ട്സ് ചോദിക്കുന്നത്. സോ ലോങ് എസ്സേസിന് 20 മാർക്കാണ്, ഒരു 350 തൊട്ട് 400 വേർഡ്സ് വരെ വേണം. ഷോർട്ട് നോട്ടിന് 10 മാർക്സ് വെച്ചിട്ടായിരിക്കും, 180 to 220 വേർഡ്സും. വേറൊന്നും അങ്ങനെ ചോദിക്കുന്നതായിട്ട് കാണാറില്ല. ഇനി ലോങ് എസ്സേസ് നോക്കുമ്പോൾ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് നല്ലൊരു ആർഗ്യുമെന്റ്, ഏത് ടോപ്പിക്കാണോ വെച്ചാൽ അതിനെ പറ്റിയ ഡീറ്റെയിൽ അനാലിസിസ് വേണം. അതിനെ പറ്റിയുള്ള എവിഡൻസസ് എന്തൊക്കെയാണ്, ആർഗ്യുമെന്റ്സ് എന്താണ്, കറക്റ്റ് ആയിട്ട് നമ്മൾ എഴുതണം. ആൻഡ് യൂഷ്വലി 5 ലോങ് എസ്സേസ് ആയിരിക്കും ഒരു മൊത്തത്തിലുള്ള ടേം ആൻഡ് എക്സാമിന്റെ കോർ ആയിട്ട് വരുന്നത്. ഇനി ഷോർട്ട് നോട്ട് ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ പറ്റി ചോദിക്കുമ്പോൾ അതിന്റെ കൺസൈൻസ് ആയിട്ടുള്ള ബ്രീഫ് പോയിന്റ്സ് മാത്രം പറഞ്ഞാൽ മതി. കാരണം 10 മാർക്കിനേ ഉള്ളൂ. ലോങ് എസ്സേ പോലെ എഴുതി വെക്കണ്ട. 180 to 220 വേർഡ്സിന്റെ ഇടയിൽ തന്നെ സമ്മറൈസ് ചെയ്ത് എന്ന പോയിന്റ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന എസെൻഷ്യൽ ഇൻഫർമേഷൻസ് എല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഷോർട്ട് നോട്ട്സ് വരുന്നത്. പിന്നെ ഈ ലോങ് എസ്സേസിൽ തന്നെ തീമാറ്റിക് അല്ലെങ്കിൽ കമ്പാരിറ്റീവ് എസ്സേസ് ചോദിക്കാം. അതായത് 2 എണ്ണത്തിനെ കമ്പയർ ചെയ്തിട്ടൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് വരാം. ഇപ്പം ഗസ്നാവിറ്റ്സ്, ഗൂറിറ്റ്സ് അതിനെ കമ്പയർ ചെയ്യാൻ, അല്ലെങ്കിൽ ഫ്യൂഡലിസത്തിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അനലിറ്റിക്കൽ തിങ്കിങ്ങും ക്രിട്ടിക്കൽ തിങ്കിങ്ങും ഒക്കെ വേണ്ടുന്ന ക്വസ്റ്റ്യൻസ് അങ്ങനെ ചോദിക്കാം. പിന്നെ സോഴ്സ് ബേസ്ഡ് എസ്സേസ് അല്ലെങ്കിൽ ക്രിറ്റിസിസം എന്ന് പറയുന്നതും ചോദിക്കാം. ഏറ്റവും ഭയങ്കര ഓപ്പൺ ആയിട്ട് ചോദിക്കുന്നില്ല, വല്ലപ്പോഴും ഒക്കെ ചോദിക്കാറുണ്ട്. ഇപ്പം ഡിസ്കസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഇൻസ്ക്രിപ്ഷൻസ് ആസ് ഹിസ്റ്റോറിക്കൽ സോഴ്സസ്, അങ്ങനെയൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാം. അതും ഒരു 20 മാർക്സിനായിരിക്കും. എസ്സേയിൽ തന്നെ വരുന്ന കാറ്റഗറി ആണ്. 350 to 400 വേർഡ്സ് യൂസ് ചെയ്ത് നമുക്ക് എഴുതാൻ പറ്റും. ആൻഡ് നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ ഏതൊക്കെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് നോക്കുവാണെങ്കിൽ ഏതൊക്കെ ബ്ലോക്കിൽ നിന്ന് ഏതൊക്കെ പേപ്പറിനാണ് കൂടുതൽ ഷെയർ വരുന്നതാണ്. ഫസ്റ്റ് ബ്ലോക്കിലെ ഹിസ്റ്റോറിക്കൽ സോഴ്സസ് ഒരു 16 മാർക്സ് ഒക്കെ കഴിഞ്ഞ 5 തവണത്തെ ടേം ആൻഡ് എക്സാമിനേഷൻ പേപ്പർ നോക്കുവാണെങ്കിൽ ഒരു 16% ഷെയർ വരുന്നുണ്ട്. രജപുത് പോളിറ്റി 10%, രാഷ്ട്രകുതാസ് അല്ലെങ്കിൽ പാലാസ് എന്ന് പറയുന്നതിൽ 10%, ചോളാസ് ഒരു ചാലുക്യാസ് 8%, ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ 10, അറബ് ആൻഡ് ടർക്കിഷ് ഇൻവേഷൻസ് 10%. ഈ ബ്രാക്കറ്റിൽ കൊടുത്തേക്കുന്നത് ആ ഒരു ബ്ലോക്ക് ആണ് കേട്ടോ. സൊസൈറ്റി ആൻഡ് എക്കണോമി അല്ലെങ്കിൽ കൾച്ചർ 8% വരുന്നുണ്ട്. ഫ്യൂഡലിസം
feudalism and agrarian 12%, guiles and urbanization 6%, religion ഭക്തി അത് ബേസ് ചെയ്തിട്ട് 6%, പിന്നെ എഡ്യൂക്കേഷൻ ലിറ്ററേച്ചർ സയൻസ് 15, 16, 17 ഈ ഒരു യൂണിറ്റ്സിൽ നിന്ന് വരുന്ന ഈ ഒരു ബ്ലോക്കിൽ നിന്ന് വരുന്ന എഡ്യൂക്കേഷൻ ലിറ്ററേച്ചർ ആൻഡ് സയൻസ് എന്ന് പറയുന്നത് 4%. ടോട്ടൽ 100% നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ പെർസെന്റേജ് ഏതിനാ വരുന്നത്? ഹിസ്റ്റോറിക്കൽ സോഴ്സസ് ആണ്. പിന്നെ വരുന്നത് നമുക്കറിയാം ഫ്യൂഡലിസം, അഗ്രേറിയൻ ആ ഒരു ടോപ്പിക്കാണ്. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PhD നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA എല്ലാം നേടാം. ഇഗ്നോ നൽകി വരുന്ന 36ഓളം പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ മറ്റ് സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിന് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. പിന്നെ ബാക്കിയൊക്കെ ഒരു ഏകദേശം 10 റേഞ്ച്, 10, 8 ആ ഒരു റേഞ്ച് വരുന്നുണ്ട്. അപ്പൊ ടോട്ടൽ അതായത് ജൂൺ 2022 to 2024 വരെ ഉള്ളതിൽ ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ആൻഡ് ഇനി നമുക്ക് ഓരോ എക്സാമിന്റെ ഇത് നോക്കുവാണെങ്കിൽ, ഓരോ പാറ്റേൺ നോക്കുവാണെങ്കിൽ ജൂൺ 2022 സോഴ്സ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഭയങ്കര കുറവാണ്. 2024 എന്നാൽ കുറച്ചും കൂടെ ഉണ്ട്. ഒരു 0 to 10 മാർക്സ് വരെ നോക്കുവാണെങ്കിൽ ഒരു 3 മാർക്ക് 5 മാർക്ക് ആ ഒരു ലെവലിലാണ് സോഴ്സ് ബേസ്ഡ്. ഓരോന്നിന്റെ സബ് ആയിട്ടായിരിക്കും, ഒരു ക്വസ്റ്റിന് തന്നെ സബ് ആയിട്ടായിരിക്കും വരുന്നത്. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ളത് ലോങ് എസ്സേസ് ആണ്. പക്ഷെ നമുക്ക് നോക്കാം, ലോങ് എസ്സേസിന്റെ ഗ്രാഫ് ഒന്ന് ചെറുതായിട്ട് മാറുന്നുണ്ട്. 2023 ആയപ്പോഴത്തേക്ക് ഷോർട്ട് ആൻസേഴ്സ് ആണ് കൂടുതൽ ചോദിച്ചേക്കുന്നത്. സോ ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസിന്റെ ഇമ്പോർട്ടൻസ് കൂടിയിട്ടുണ്ട്. തീമാറ്റിക് കമ്പാരിറ്റീവ് എസ്സേസ് കൂടുതൽ ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ എവിഡൻസ് മെത്തഡോളജി ബേസ്ഡ് ആയിട്ടുള്ള സോഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറവാണെങ്കിലും ഇപ്പം കുറച്ച് നാളായിട്ട് അത്യാവശ്യം ചോദിക്കുന്നുണ്ട്. ഇനി നമ്മള് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് ടിപ്സ് ഇമ്പോർട്ടന്റ് ആയിട്ട് കൺസിഡർ ചെയ്യണമല്ലോ. അതെന്ന് പറയുമ്പോൾ ഒന്നാമത്തത് ടൈം മാനേജ്മെന്റ് ആണ്. കാരണം നമ്മൾ എത്രമാത്രം പഠിച്ചുകൊണ്ട് പോയി എന്നുള്ളതല്ല, നമ്മൾ എത്രമാത്രം അതിനകത്ത് എഴുതുന്നു എന്നുള്ളതല്ല ഇമ്പോർട്ടന്റ്. അപ്പൊ നമ്മുടെ ഈ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ഒരു ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ നമുക്ക് എസ്സേ ക്വസ്റ്റ്യൻസ് ഒക്കെ ആകുമ്പോൾ നല്ല ടൈം എടുത്ത് എഴുതേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. ഒരു 35 to 40 minutes ഓരോ ലോങ് എസ്സേസിനും കൊടുക്കുക. 10 to 12 minutes ഓരോ ഷോർട്ട് നോട്ടിനും കൊടുക്കുക. ആൻഡ് നമ്മൾ ഏതിപ്പം എസ്സേസ് എഴുതുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യമേ നമ്മൾ എന്തൊക്കെയാണ് എഴുതാൻ പോകുന്നത്, എന്തൊക്കെ ഇൻട്രൊഡക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യണം, ബോഡി കൺക്ലൂഷനിലൊക്കെ എന്താണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, ഏതൊക്കെ എക്സാമ്പിൾസ് കൊടുക്കാം എന്നുള്ള ഒരു അനാലിസിസ് ആദ്യത്തെ ഒരു 5 minutesനുള്ളിൽ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസിന്റെയും ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയിട്ട് ഒരു 5 minutes to ഒരു എസ്സേ എഴുതാൻ പോകുമ്പോൾ ഒരു 5 minutes എന്താ കൊടുക്കുക. ഫസ്റ്റ് എസ്സേ എടുക്കുന്നു, ടോപ്പിക് എടുക്കുന്നു, ഇതിൽ എന്തൊക്കെ ആഡ് ചെയ്യണം, എന്നിട്ട് അത് നമ്മൾ മനസ്സിലാക്കിയതിനു ശേഷം ഈ പോയിന്റ്സ് എല്ലാം എക്സ്പാൻഡ് ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് നല്ല രീതിയിൽ നല്ലൊരു ആൻസർ കിട്ടാനായിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ അവസാനത്തെ കുറച്ച് സമയം നന്നായി എഴുതി തീർന്നതിന് ശേഷം അവസാനത്തെ കുറച്ച് സമയം നല്ല രീതിയിൽ എന്ത് ചെയ്യാം, ഒന്ന് മൊത്തത്തിൽ റിവ്യൂ ചെയ്യാനായിട്ട് എവിടെയെങ്കിലും പോയിന്റ്സ് ഒക്കെ മിസ് ചെയ്തിട്ടുണ്ടോ എന്നൊന്നും കൂടെ മനസ്സിലാക്കുക. ഇനി കുറച്ച് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ്, ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ്, ഡിസ്കസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഇൻസ്ക്രിപ്ഷൻസ് ആസ് ഹിസ്റ്റോറിക്കൽ സോഴ്സസ് ഫോർ ഏർലി മീഡിയേവൽ ഇന്ത്യ. 6 തവണ ചോദിച്ചിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് ഫ്യൂഡലിസം ഇൻ ഏർലി മിഡീവിയൽ ഇന്ത്യ. അതും ഒരു 6 തവണ വന്നിട്ടുണ്ട്. തേർഡ് വൺ, ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലീനിയേജ് സ്റ്റേറ്റ് ആൻഡ് feudal polity 5 തവണ. നെക്സ്റ്റ്, റൈറ്റ് എ നോട്ട് ഓൺ ദ ടെമ്പിൾ ആർക്കിടെക്ചർ ഡ്യൂറിംഗ് ദ ഏർലി മിഡീവൽ പീരീഡ് 5 തവണ ചോദിച്ചിട്ടുണ്ട്. ഫിഫ്ത് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ റോൾ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ബയോഗ്രഫീസ് ആൻഡ് ചരിതാസ് ഇൻ റീകൺസ്ട്രക്ടിങ് ഹിസ്റ്ററി. അപ്പം ഇതിൽ ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ക്വസ്റ്റ്യൻ നന്നായി വായിച്ചിട്ട് എന്തൊക്കെ അത് ചോദിച്ചിട്ടുണ്ട് അതെല്ലാം ഇൻക്ലൂഡ് ചെയ്യണം. അപ്പം റോൾ ആൻഡ് ഇമ്പോർട്ടൻസ് ചോദിക്കുമ്പോൾ റോള് മാത്രം കൊടുത്തിട്ട് ഇതില്ല, നമ്മൾ എങ്ങനെയൊക്കെയാണ് അതിന്റെ ഇമ്പോർട്ടൻസ് ആ 2 ഫാക്ടേഴ്സിനും ഫോക്കസ് ചെയ്തിട്ട് വേണം എഴുതാൻ. എക്സ്പ്ലെയിൻ ദ റൈസ് ആൻഡ് പൊളിറ്റിക്കൽ അച്ചീവ്മെന്റ്സ് ഓഫ് രജപുത് ഡൈനാസ്റ്റീസ്. അപ്പൊ അതിനകത്ത് എങ്ങനെയാണ് അവർ വന്നതെന്നും പിന്നെ പൊളിറ്റിക്കൽ അച്ചീവ്മെന്റ്സ് രണ്ടും എഴുതണം. ആൻഡ് അനലൈസ് ദ കോസസ് ആൻഡ് കോൺസിക്വൻസസ് ഓഫ് ദ കോൺക്വസ്റ്റ് ഓഫ് സിന്ധ്, അത് 5 തവണ വന്നിട്ടുണ്ട്. ഡിസ്കസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ക്രോണിക്കൽസ് ഓഫ് വംശാവലീസ് ഇൻ ദ സ്റ്റഡി ഓഫ് ഏർലി മിഡീവൽ ഇന്ത്യ 4 തവണ ചോദിച്ചേക്കുന്നതാണ്.
Describe the nature of Rashtrakuta polity and administration 4 തവണ, and discuss the development and impact of Bhakti traditions in South India 4 തവണ ചോദിച്ചിട്ടുണ്ട്. സോ ഒരു ആവറേജ് മാർക്ക് ബേസിൽ നോക്കുവാണെങ്കിൽ സിഗ്നിഫിക്കൻസ് ഓഫ് ഇൻസ്ക്രിപ്ഷൻസ് ആൻഡ് ഹിസ്റ്റോറിക്കൽ സോഴ്സസ് 6 തവണ ചോദിച്ചിട്ടുണ്ട്. അത് ഏത് ബ്ലോക്കാ? ഫസ്റ്റ് ബ്ലോക്കില് യൂണിറ്റ് 1.3 കോൺസെപ്റ്റ് ആൻഡ് ഫീച്ചേഴ്സ് യൂണിറ്റ് 10.2 ആണ്. ബ്ലോക്ക് 10 അതും 18 ആണ് ആവറേജ് ഷെയർ വരുന്നത്. ലീനിയേജ് സ്റ്റേറ്റ് ആൻഡ് ഫ്യൂഡൽ പോളിറ്റി ആണെങ്കിലും 5 തവണ ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 2 ടെമ്പിൾ ആർക്കിടെക്ചർ ആൻഡ് ടെമ്പിൾ ആർക്കിടെക്ചർ ഡ്യൂറിംഗ് ദ ഏർലി മിഡീവൽ പീരീഡ് ബ്ലോക്ക് 5. ബയോഗ്രഫീസ് ആൻഡ് ചരിതസ് ബ്ലോക്ക് 1 5 തവണ ചോദിച്ചിട്ടുണ്ട്. റൈസ് ആൻഡ് അച്ചീവ്മെന്റ് ഓഫ് രജപുത് ഡൈനാസ്റ്റീസ് 5 തവണ. കോസസ് ആൻഡ് കോൺസിക്വൻസസ് ഓഫ് കോൺക്വസ്റ്റ് ഇൻ ദ ബ്ലോക്ക് 6 യൂണിറ്റ് 6.4 5 തവണ ചോദിച്ചിട്ടുണ്ട്. അത് 16 ആണ്. ബാക്കി ഇതിന് മുന്നേ ഡിസ്കസ് ചെയ്ത് മൊത്തം 18 ആയിരുന്നു. ഇനി അടുത്ത സിഗ്നിഫിക്കൻസ് ഓഫ് ക്രോണിക്കൽസ് ഓഫ് വംശാവലീസ് ആണെങ്കിലും 18 ഒരു ആവറേജ് മാർക്ക് കൊടുക്കാം. രാഷ്ട്രകുത പൊളിറ്റി ആൻഡ് അഡ്മിനിസ്ട്രേഷനും 18 മാർക്സ്. ഡെവലപ്മെന്റ് ആൻഡ് ഇമ്പാക്ട് ഓഫ് ഭക്തി ട്രഡീഷൻ ഇൻ സൗത്ത് ഇന്ത്യ ഒരു 16. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടൻസ് ഇതെല്ലാം തന്നെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. 5 തവണ 6 തവണയായിട്ട് അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു സ്ട്രാറ്റജിക് അഡ്വൈസ് ആണ് നമ്മൾ ഏതൊരു ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളത്. ഓരോ ക്വസ്റ്റ്യൻസും നമ്മൾ എഴുതുന്നതിന് മുന്നേ 5 മിനിറ്റ് ഒന്ന് മനസ്സിലാക്കുക എന്താണ്. എന്നിട്ട് അതിന് ശേഷം 12 to 15 മിനിറ്റ്സ് എടുത്തിട്ട് ഒരു ഫുൾ ആൻസർ എഴുതുക. ആൻസർ എഴുതിയതിന് ശേഷം നമ്മൾ റിവ്യൂ ചെയ്യണം. പഠിക്കുമ്പോൾ തന്നെ നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്ത രീതിയിൽ എക്സാം എഴുതുന്ന രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻസ് കൈ കിട്ടിയിട്ട് ഇത്ര മിനിറ്റിനുള്ളിൽ ആൻസർ ചെയ്യാൻ പറ്റുന്നു എന്നൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഏതൊക്കെ എക്സാമ്പിൾസ് എഴുതി വരുമ്പോഴായിരിക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഓക്കെ ഇങ്ങനെ ഒരു എക്സാമ്പിൾ ആഡ് ചെയ്താൽ കൊള്ളായിരിക്കും എന്നൊക്കെ തോന്നുന്നത്. സോ അതിനനുസരിച്ചിട്ട് നമുക്കിപ്പോൾ ഓൾറെഡി അറിഞ്ഞുകൂടെങ്കിൽ നമ്മളെ ഗൂഗിൾ നോക്കിയോ അല്ലെങ്കിൽ നമ്മുടെ മെറ്റീരിയൽ നോക്കിയോ ChatGPT ഇങ്ങനെ ഇപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിട്ട് അതിന്റെയൊക്കെ ബേസിൽ എന്ത് ചെയ്യാം, നമുക്ക് ഓരോ എക്സാമ്പിൾസ് ഒക്കെ ചോദിക്കാം. പിന്നെ ക്വസ്റ്റ്യൻസിലൊക്കെ കൂടുതലായിട്ടും ഒന്നുകിൽ റിയൽ എക്സാമ്പിൾ അല്ലെങ്കിൽ ഹൈപ്പോത്തറ്റിക്കൽ എക്സാമ്പിൾസ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതെന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ റിയൽ എക്സാമ്പിൾസ് പറയാൻ പറ്റിയില്ലെങ്കിലും സ്വന്തമായിട്ട് ഇമാജിൻ ചെയ്ത് എഴുതാവുന്നതാണ്. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ച് നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും. സോ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുക. ആൻഡ് ഓൾസോ നമ്മൾ അനലൈസ് ചെയ്ത് എഴുതി കഴിഞ്ഞതിന് ശേഷം അനലൈസ് ചെയ്യുക. സ്വന്തമായിട്ട് തന്നെ വായിച്ചു നോക്കിയിട്ട് എത്ര മാർക്ക് കൊടുക്കാം എന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ വീണ്ടും വീണ്ടും എത്ര നല്ല രീതിയിൽ ഒരു തവണ എഴുതി നോക്കി പറ്റിയില്ല, അടുത്ത തവണ വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ സമയം കിട്ടുമ്പോഴൊക്കെ ചെയ്ത് നോക്കുക. ആൻഡ് ടൈം മാനേജ്മെന്റും അപ്പം നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു ടൈമർ വെച്ചിട്ടൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ടൈം മാനേജ്മെന്റും അതിന്റെ കൂടെ പോയിക്കോളും. ആൻഡ് പൈ ചാർട്ട് അനാലിസിസ് നോക്കുകയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻസിലൊക്കെ നോക്കൂ എത്ര ഓൾ അതർ ക്വസ്റ്റ്യൻ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കുന്നത്. ഓൾ അതേഴ്സ് ജസ്റ്റ് 2% ആണ് വരുന്നത്. ആൻഡ് ഏതൊക്കെയാന്ന് വെച്ചാൽ രാഷ്ട്രകൂതസ്, ക്രോണിക്കൽസ് ഓഫ് വംശാവലീസ് ഒക്കെ 8% ആണ്. ഭക്തി ട്രഡീഷൻ 8%. പിന്നെ 10% ആണ് കോൺക്വസ്റ്റ് ഓഫ് സെയിം രജപുത് ഡൈനാസ്റ്റീസ്, ചരിതാസ് ആൻഡ് ബയോഗ്രഫീസ്, ടെമ്പിൾ ആർക്കിടെക്ചർ, ലീനിയേജ് സ്റ്റേറ്റ്, പിന്നെ ഫ്യൂഡലിസം, ഇൻസ്ക്രിപ്ഷൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. 12% വരുന്നുണ്ട്. ഇനി ഈ ടോപ്പ് 10 ക്വസ്റ്റ്യൻസ് നമ്മൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. കാരണം 75%ഉം മീൻസ് ഇതിന്ന് ചോദിക്കാറുണ്ട്. ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം തന്നെ. ആൻഡ് നല്ല രീതിയിൽ നല്ല മെമ്മറൈസ് ചെയ്ത് ഓരോ ആൻസേഴ്സിനും ഇൻട്രോയും ആർഗ്യുമെന്റും എക്സാമ്പിൾസും ഒക്കെ കൊടുത്തിട്ട് നല്ല രീതിയിൽ ടൈം മാനേജ്മെന്റ് ചെയ്ത് ഓരോ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുക. ഇനി ഒരു പ്രോബബിലിറ്റി അല്ലെങ്കിൽ പ്രഡിക്ഷൻ അനാലിസിസ് ആണ്. ഇതിപ്പോ ഫസ്റ്റ് നോക്കുവാണെങ്കിൽ ഇൻസ്ക്രിപ്ഷൻ ആൻഡ് സോഴ്സസ് 80% ചാൻസ് ആണ് വരുന്നത്. അതെന്ന് പറയുമ്പോൾ കഴിഞ്ഞ 10 തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 8 തവണ ചോദിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ 80% എന്ന് ഉദ്ദേശിക്കുന്നത്. സോ അതുകൊണ്ടാണ് 80% ചാൻസ് നമ്മൾ കൊടുക്കുന്നത്. മീൻസ് ആ ഒരു ഫോർമുല വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ 80% പ്രോബബിലിറ്റി ആണ് വരുന്നത്. അതുപോലെ ബയോഗ്രഫീസ് ആൻഡ് ചരിതാസ് ആണെങ്കിൽ ഒരു 70%. അതൊക്കെ ഹൈ ആണ്. 18-70% ഒക്കെ ആ ഒരു ക്വസ്റ്റ്യൻ ചാൻസ് ഉണ്ടെന്ന് പറയുമ്പോൾ അത്രമാത്രം ഇമ്പോർട്ടന്റ് അല്ലേ. ക്രോണിക്കൽസ് ആൻഡ് വംശാവലീസ് 50%, രജപുത് ഡൈനാസ്റ്റീസ് 60%, ലീനിയേജ് സ്റ്റേറ്റ് ആൻഡ് ഫ്യൂഡൽ പോളിറ്റി 70%, രാഷ്ട്രകുത പോളിറ്റി 50%, ടെമ്പിൾ ആർക്കിടെക്ചർ 70%, കോൺക്വസ്റ്റ് ഓഫ് സിൻ 60%. സോ ഹൈ റെലവൻസ് വരുന്നത് ഇൻസ്ക്രിപ്ഷൻ ആൻഡ് സോഴ്സസ്, ബയോഗ്രഫീസ് ആൻഡ് ചരിതാസ്, ലീനിയേജ് സ്റ്റേറ്റ് ആൻഡ് ഫ്യൂഡൽ പോളിറ്റി, ടെമ്പിൾ ആർക്കിടെക്ചർ. പിന്നെ നെക്സ്റ്റിനകത്ത് വരുന്നതിൽ ഫ്യൂഡലിസം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. 80% ചാൻസ് വരുന്നുണ്ട്. പിന്നെ ഗൈഡ്സ് ആൻഡ് അർബനൈസേഷൻ, ഭക്തി ആൻഡ് സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ് ഒക്കെ 50% മീഡിയം റെലവൻസ് ആണ്. സയൻസ് ടെക്നോളജി ഇൻ ഏർലി മിഡീവൽ ഇന്ത്യ 40% ഒരു മീഡിയം റെലവൻസ് ആണ്. പിന്നെ ബാക്കി എല്ലാ ടോപ്പിക്കും ഒരു 0 to 30%-നകത്താണ് ചാൻസസ് വരുന്നത്. അത് ലോ പ്രോബബിലിറ്റി ആണ്. ആദ്യം ഇത്രയും ടോപ്പിക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തതിനു ശേഷം നെക്സ്റ്റ് നോക്കുക. കാരണം ചാൻസസ് ആർ ദെയർ.
നെക്സ്റ്റ് ഇതാണ് 70% അബോ ഉള്ളതൊക്കെ ഹൈ പ്രോബബിലിറ്റി, 70% അബോ ഉള്ളത് ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് അതിൽ വരുന്നതാണ്. ഈ ഒരു ടോപ്പിക്കുകളൊക്കെ നമ്മൾ നേരത്തെ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ആൻഡ് ഓൾ അതർ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പ്രിപ്പയർ ചെയ്യരുതെന്നല്ല, വായിച്ചു പോവുക, എന്താണ് ബാക്കിയുള്ള ടോപ്പിക്സ് എന്ന് മനസ്സിലാക്കുക. ടൈം ഉണ്ടെങ്കിൽ മീൻസ് നമുക്ക് മറ്റ് ടോപ്പിക്ക് ഒട്ടും ടൈം ഇല്ലെങ്കിൽ ആദ്യമേ ഹൈയും മീഡിയവും പ്രിപ്പയർ ചെയ്യുക. ആൻഡ് ടൈം കുറച്ച് നമ്മുടെ കയ്യിൽ ഉണ്ട്, പിന്നെ നമുക്ക് നല്ല രീതിയിലും സ്കോർ ചെയ്യണം എന്നുള്ളൊരു കുറച്ചുകൂടെ കോൺഫിഡന്റ് ആയിട്ട് പോവാൻ ഈ ലോ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസും കൂടെ ചെയ്തു നോക്കുക. ആൻഡ് ഇതാണ് ഹൈ എന്ന് പറയുമ്പോൾ ഗ്രീനും, മീഡിയം ഒരു യെല്ലോ, ആൻഡ് ഗ്രേ കളർ ഈസ് ഫോർ ലോ പെർസെൻറ്റേജ്, ജസ്റ്റ് ആ ഒരു പ്രോബബിലിറ്റി ലെവൽ കാണിക്കുന്നത്. ആൻഡ് ഹൈ ടോപ്പിക്സിന് കൂടുതൽ ഡീപ് റിവിഷൻ കൊടുക്കുക, മീഡിയത്തിന് നല്ല രീതിയിൽ സ്ട്രക്ചർഡ് ഔട്ട്ലൈൻസ് വെച്ച് ചെയ്യുക, ആൻഡ് ലോ ഒരു ജസ്റ്റ് ഒരു റിവിഷൻ നടത്തുക. ആൻഡ് ഇതിന്റെ ബേസിൽ നമുക്കൊരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. 5 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ മതി. First one, critically analyze the use and limitations of inscriptions and the copper plate grants for reconstructing the political and socio-economic history of early medieval India. Support your answer with at least one hypothetical translated inscription. അപ്പം ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് എന്തായത് ചോദിച്ചിരിക്കുന്നത് ഒരു 50 to 80 വേർഡ്സിലാണ് ചോദിച്ചിരിക്കുന്നത് ഇൻസ്ക്രിപ്ഷൻ. ഈ ഒരു ക്വസ്റ്റ്യൻ ക്രിട്ടിക്കലി അനലൈസ് ദ യൂസ് ആൻഡ് ലിമിറ്റേഷൻ, ഇൻസ്ക്രിപ്ഷൻസിന്റെയും കോപ്പർ പ്ലേറ്റ് ഗ്രാൻസ് എന്തൊക്കെ യൂസ് ആണ്, അതിന് എന്തൊക്കെ ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ എഴുതുക. ആൻഡ് ഓൾസോ ഇതിൽ ചോദിച്ചേക്കുന്നത് അറ്റ്ലീസ്റ്റ് വൺ ഹൈപ്പോത്തറ്റിക്കൽ ട്രാൻസ്ലേറ്റഡ് ഇൻസ്ക്രിപ്ഷൻ, അതായത് നമുക്കിപ്പോൾ റിയൽ ആയിട്ട് അറിഞ്ഞുകൂടെങ്കിൽ നമ്മുടെ എന്താ കോൺസെപ്റ്റ് എന്ന് അറിയാലോ, അതിന്റെ ബേസിൽ ഇമാജിൻഡ് ആയിട്ട് നമുക്ക് ഒരെണ്ണം സബ്മിറ്റ് ചെയ്യാം. ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഇഗ്നോയിൽ നിന്നൊരു ഡിഗ്രിയോ പി ജി ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണോ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, പി ജി, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോടു കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കാം. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാകും. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് examine the process and political significance of lineage formation among Rajput clans between the 8th and 11th centuries, referencing the Aulikaras and the Paramaras as a case example with a timeline table provided below. അപ്പം ഔലിക്കരാജിന്റെയും പരമാരാജിന്റെയും 2 ടേബിൾ തന്നിട്ടുണ്ട്. അതിന്റെ ബേസിൽ അനലൈസ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. സോ ഫസ്റ്റില് എന്തായിരിക്കും ആ ഒരു 8th and 11th സെഞ്ചുറീസിൽ എന്താ രാജപുട്സ് ക്ലാൻസ് നല്ല രീതിയിൽ ആക്റ്റീവ് ആയിരുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ആൻഡ് ഈ ഔലിക്കരാസ് എന്ന് പറയുന്നവരെന്താ ഈ ഒരു ഡേറ്റ വെച്ചിട്ട് അവരായിരുന്നു ആദ്യം റൂളിംഗ് ക്ലാൻസ് മാൽവാർ റീജിയനിൽ. അതിനുശേഷമാണ് പരമാരാജ് വരുന്നത്. അവരെ സക്സീഡ് ചെയ്താണ് വരുന്നത്. അവർക്ക് എന്തായിരിക്കും ഒരു മിത്തിക്കൽ ഒറിജിൻ ഒക്കെയാണ് ഉള്ളത്. അപ്പം ഈ ഒരു ലീനിയേജ് ഫോർമേഷൻ എങ്ങനെയാണ് അവിടുത്തെ അവര് റൂളേഴ്സിനെയൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. ഇപ്പൊ രജപുട്ട് ഐഡന്റിറ്റി, അവിടുത്തെ റൂളേഴ്സ് ഭോജയായിരുന്നു, അവരുടെ മിലിറ്ററി കൾച്ചറൽ അച്ചീവ്മെന്റ്സ് ഒക്കെ എങ്ങനെയാണ്, പിന്നെ ഈ ലീനിയേജ് ഫോർമേഷൻ കാരണം എങ്ങനെയാണ് പൊളിറ്റിക്കൽ അതോറിറ്റി സ്ട്രെങ്തൻ ചെയ്തത്, റീജിയണൽ ഐഡന്റിറ്റീസ് ഒക്കെ എങ്ങനെ ക്രിയേറ്റഡ് ആയി, ആൻഡ് ഈ ഡൈനാസ്റ്റീസ് എങ്ങനെയാണ് ഇൻസ്ക്രിപ്ഷൻസും ജിനിയോളജിയും ഒക്കെ യൂസ് ചെയ്തത് എന്നൊക്കെ നമുക്ക് ഇതിൽ ആൻസർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, discuss how temple architecture in the Deccan and South India evolved between the Chalukya and the Chola periods. Use the plan and the section diagram. നമുക്ക് diagram provide ചെയ്യും of a hypothetical temple to identify 3 key architectural features. അപ്പൊ ഇതിനകത്ത് എന്താണ് ടെമ്പിൾ ആർക്കിടെക്ചർ എന്ന് മനസ്സിലാക്കിയാൽ മാത്രമല്ലേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതിനകത്ത് ചാലുക്യ ചോള പീരീഡ്സിലൊക്കെ ടെമ്പിൾ ആർക്കിടെക്ചർ എങ്ങനെയാണ് എന്ന് നന്നായിട്ട് ഫസ്റ്റ് മനസ്സിലാക്കണം. അതിനുശേഷം ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഡെക്കാന് സൗത്ത് ഇന്ത്യ ഇൻക്ലൂഡ് ചെയ്യണം, ചാലുക്യ ചോള പീരീഡ്സ് ആണെന്ന് നോക്കണം. മെയിൻ ആയിട്ട് നമ്മൾ ഈ പോയിന്റ്സ് ഒക്കെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ മനസ്സിലാക്കണം. ടെമ്പിൾ ആർക്കിടെക്ചർ ആണ് ഡെക്കാൻ ആൻഡ് സൗത്ത് ഇന്ത്യ,
ചാലുക്യ ചോള പീരീഡ്സ് ആൻഡ് അതിന്റെ ബേസിൽ ഒരു ഹൈപ്പോത്തറ്റിക്കൽ ടെമ്പിളിനെ ബേസ് ചെയ്തിട്ട് അവരുടെ ഒരു സ്ട്രക്ചർ ഇടും. അതിന്റെ ബേസിൽ കീ ആർക്കിടെക്ചർ ഫീച്ചേഴ്സ് എന്താണെന്നും കൂടെ എഴുതണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവാലുവേറ്റ് ദ ഇമ്പാക്ട് ഓഫ് കോൺക്വസ്റ്റ് ഓഫ് സിന്ധ് ഓൺ അഡ്മിനിസ്ട്രേറ്റീവ് പ്രാക്ടീസസ് ആൻഡ് കൾച്ചറൽ എക്സ്ചേഞ്ചസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് വെസ്റ്റ് ഏഷ്യ സൈറ്റിംഗ് എ സാമ്പിൾ ടാക്സ് ഷെഡ്യൂൾ ഓർ അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡർ ഫ്രം ദ പീരീഡ്. അപ്പം ഇതിൽ ചോദിച്ചേക്കുന്നത് കോൺക്വസ്റ്റ് ഓഫ് സിന്ധിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് പ്രാക്ടീസസിനെയാണ്. അവിടുത്തെ ടാക്സ് എങ്ങനെ ആയിരുന്നു എന്നൊക്കെ നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കി വെച്ചേക്കണം. അതിന്റെ ബേസിൽ നമ്മൾ തന്നെ ഒരെണ്ണം ഇൻവെന്റ് ചെയ്തിട്ട് എങ്ങനെ ആയിരിക്കും വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ ഇമാജിനേറ്റീവ് ഇത് വെച്ചിട്ട് ഒരു എക്സാമ്പിൾ പോലെ വെച്ചിട്ട് അത് അനലൈസ് ചെയ്ത് എഴുതാനാണ് ചോദിച്ചേക്കുന്നത്. അതിന് 20 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. സോ ഫസ്റ്റ് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ നോക്കി 20 മാർക്സിന്റെ ആണ്. അതിൽ ഈ ഒരു ഹൈപ്പോത്തറ്റിക്കൽ ട്രാൻസ്ലേറ്റഡ് ഇൻസ്ക്രിപ്ഷൻ മാത്രം ഒരു 50 to 80 വേർഡ്സിൽ എഴുതണം എന്നാണ് കൊടുത്തേക്കുന്നത്. സോ അങ്ങനെ നമ്മൾ ഇതിനകത്ത് കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ഇൻവെന്റ് ചെയ്ത് എഴുതുക. അത് എത്ര വേർഡ്സ് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ നമ്മുടെ ക്വസ്റ്റ്യൻസിൽ എന്തൊക്കെയാണോ പറയുന്നത് അതെല്ലാം നോട്ട് ചെയ്തിട്ട് വേണം എഴുതാൻ. ഈ നെക്സ്റ്റ് 20 മാർക്സിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഷോർട്ട് നോട്ട്സ് ആണ്. റൈറ്റ് നോട്ട്സ് ഓൺ എനി 2 ഓഫ് ദ ഫോളോയിങ്. ഇതിൽ അപ്പം 4 ടോപ്പിക്സ് ഉണ്ട്. അതിലേതെങ്കിലും 2 എണ്ണം എടുത്ത് എഴുതുക. ഫസ്റ്റ്, ദ സോഷ്യൽ റോൾ ഓഫ് ഭക്തി സയൻസ് ഇൻ സൗത്ത് ഇന്ത്യൻ സൊസൈറ്റി വിത്ത് റെഫറൻസ് ടു ആൻ ഇമാജിൻഡ് മീറ്റിംഗ് ബിറ്റ്വീൻ അപ്പാർ ആൻഡ് മെർച്ചന്റ് ഗൈഡ് ലീഡർ. ഇത് നമുക്ക് സ്വന്തമായിട്ട് ഒരു ഇമാജിൻഡ് മീറ്റിംഗ് ഡിസ്കഷൻസ് വെച്ചിട്ട് എങ്ങനെയാണ് ഭക്തി സയൻസിന്റെയും സൗത്ത് ഇന്ത്യയിലെ ഭക്തി സയൻസ് എങ്ങനെയായിരുന്നു, അവരുടെ സോഷ്യൽ റോൾസ് എന്താണ് എന്നുള്ളത് സ്വന്തമായിട്ട് എഴുതാനാണ്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ അഡ്മിനിസ്ട്രേറ്റീവ് ഇന്നോവേഷൻസ് ഓഫ് ദ രാഷ്ട്രകൂതസ് യൂസിംഗ് എ ഫിക്ഷണൽ ഡോക്യുമെന്റ് ഫ്രാഗ്മെന്റ്. തേർഡ് ക്വസ്റ്റ്യൻ, ദ ഡിഫ്യൂഷൻ ഓഫ് ഇന്ത്യൻ ആർട്ട് ആൻഡ് റിലീജിയസ് മോട്ടീവ്സ് ഇൻ ടു ഏർലി സൗത്ത് ഈസ്റ്റ് ഏഷ്യ ഇല്ലുസ്ട്രേറ്റഡ് വിത്ത് ഹൈപ്പോത്തറ്റിക്കൽ കേസ് ഫ്രം ശ്രീ വിജയ. ഇതും ഒരു ഹൈപ്പോത്തറ്റിക്കൽ കേസ് വെച്ചിട്ട് എഴുതാനാണ്. നെക്സ്റ്റ്, ദ ക്രോണിക്കൽസ് അല്ലെങ്കിൽ വംശാവലീസ് ട്രഡീഷൻ കമ്പയർ ദെയർ അപ്രോച്ച് ടു പൊളിറ്റിക്കൽ ഹിസ്റ്ററി വിത്ത് ദാറ്റ് ഓഫ് ഇൻസ്ക്രിപ്ഷൻ സൈറ്റിംഗ് 2 ഇൻവെന്റഡ് എക്സെപ്റ്റ്സ്. അതെന്ന് പറയുമ്പം ഇൻവെന്റഡ് ആയിട്ടുള്ള എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ എന്തെങ്കിലും മീൻസ് നമുക്ക് എന്താണ് അവിടുത്തെ വംശാവലി ട്രഡീഷൻ എന്ന് മനസ്സിലാക്കി നമുക്ക് തന്നെ എന്ത് ചെയ്യാം, കമ്പയർ മീൻസ് ഇൻവെന്റ് ചെയ്ത് എഴുതാം. ഇപ്പം ഏതെങ്കിലും ഒരു ഒരു മഹാരാജാവ് സുരേദേവ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് തന്നെ എഴുതാവുന്നതാണ്. അതിന്റെ ബേസിൽ എന്താ നമ്മൾ യൂസ് ചെയ്യുന്ന എന്നുള്ള മീൻസ് ഏത് അപ്രോച്ച് ആണ് മീൻസ് അവർ യൂസ് ചെയ്ത അപ്രോച്ച് എങ്ങനെയാണെന്ന് കമ്പയർ ചെയ്തിട്ട് എഴുതാം. ഇനി നെക്സ്റ്റ് സെക്ഷൻ 2 critically evaluate the major arguments in Indian feudalism debate using a table that compares at least 2 schools of thought. Example, R.S. Sharma versus Harbans Mughia. ഇതില് ഫസ്റ്റ് പറയുന്നത് ഇന്ത്യൻ ഫ്യൂഡലിസം ഡിബേറ്റ് ആണ്. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണെന്ന് അറിയാം ഫ്യൂഡലിസം ഡിബേറ്റ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഇതിൽ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യണം, വിമർശിക്കാണ്, നമ്മുടെയും കൂടെ ഒപ്പീനിയൻ പറയാൻ പറ്റുന്നതാണ്. ആൻഡ് ഓൾസോ ഇതിൽ പറഞ്ഞേക്കുന്നത് എന്താ, അറ്റ്ലീസ്റ്റ് 2 സ്കൂൾസ് ഓഫ് തോട്ട്. ഇപ്പം R.S. ഷർബ അല്ലെങ്കിൽ ഹർബൻസ് മുഖിയുടെ നമുക്ക് ഇവിടെ ഒരു ഡേറ്റ തന്നിട്ടുണ്ട്. ആ ഒരു ടേബിൾ ഐഡന്റിഫൈ ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അറ്റ്ലീസ്റ്റ് 2 എന്നാണ്, നമുക്ക് വേണമെങ്കിൽ അതിൽ കൂടുതലും എഴുതാം. സോ ഫസ്റ്റ്ലി നമുക്ക് R.S. ശർമ്മ അല്ലെങ്കിൽ ഹർബൻസ് മുഖിയ ഇവരുടെ രണ്ടുപേരുടെയും അനലൈസ് ചെയ്തിട്ട് ഇവാലുവേറ്റ് ചെയ്താണ് ചെയ്യേണ്ടത്. അപ്പം ഇതിൽ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം R.S. ശർമ്മയുടെ നോക്കുവാണെങ്കിൽ ലാൻഡ് ഗ്രാൻസ് വീക്കൻഡ് ആണ്. ലാൻഡ് ഗ്രാൻസ് കാരണം വീക്കൻ ചെയ്തത് എന്താ, സ്റ്റേറ്റ് കൺട്രോൾസിനെ വീക്കൻ ചെയ്യുന്നു ആൻഡ് ലോക്കൽ ലോഡ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നു ആൻഡ് പെസൻസിനെ കൂടുതൽ ഡിപ്പെൻഡന്റ് ആക്കുന്നു. ഒരു യൂറോപ്യൻ സ്റ്റൈൽ ഫ്യൂഡലിസം ആയിരുന്നു R.S. ശർമ്മയുടെ എന്ന് പറയാം. ആൻഡ് മീൻസ് പെസൻസ് എന്താണ്, ഡിപ്പെൻഡന്റ് ആണ്, അൺഫ്രീ ആണ്, പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സ് ഡീസെൻട്രലൈസ്ഡ് ആണ്. അപ്പൊ ഹർബൻസ് മുഖിയ നോക്കുവാണെങ്കിൽ ഈ ഒരു വ്യൂവിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് നോട്ട് ഓൾ ലാൻഡ് ഗ്രാൻസ് ആർ റിഡ്യൂസ്ഡ്, മീൻസ് അങ്ങനെ ഇത് ഓവർ എംഫസൈസ് ചെയ്യാണ്, എല്ലാ ലാൻഡ് ഗ്രാൻസും ഫ്യൂഡലിസത്തിന് മാത്രമല്ല എന്നുള്ളത്. അല്ലെങ്കിൽ എന്താണ്, പെസൻസ് കുറച്ചും കൂടെ ഫ്രീ ആണ്, സംടൈംസ് മിക്സ്ഡ് ആയിരിക്കാം, ഫ്രീ ആയിരിക്കാം. രണ്ടും രണ്ട് രീതിയിലാണ്, രണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വ്യൂസ് ആണ്. സോ ആ ഒരു ഡിബേറ്റിന്റെ ബേസിലായിരിക്കണം ഈ ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യേണ്ടത്. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് merchant guilds and the urbanization of South India from 900 to 1200 CE, integrating a brief simulated glide membership list and a market record from കാഞ്ചീപുരം. ഇത് നമുക്ക് എന്താണ് മെർച്ചന്റ് ഗൈൽസ് എന്നുള്ള കാര്യം അറിയാമെങ്കിൽ നമുക്ക് തന്നെ ഒരു സ്വന്തമായിട്ട് ആ ഒരു മെമ്പർഷിപ്പ് ലിസ്റ്റ് ഒക്കെ എങ്ങനെയായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ചിലപ്പം ലിസ്റ്റ് തരാനുള്ള ചാൻസസ് ഉണ്ട്. അതിന്റെ ബേസിൽ നമുക്ക് നോക്കാം. അപ്പൊ എന്താണ് മെർച്ചന്റ് ഗൈൽസ്, അവരുടെ റോൾ എന്താണെന്നും ആദ്യമേ മനസ്സിലാക്കി വെക്കുക. അതിനുശേഷം നമുക്ക് ഓരോ പോയിന്റ്സ് ഇന്റഗ്രേറ്റ് ചെയ്ത് എഴുതാവുന്നതാണ്. Next, assess the spread and impact of technological innovations such as irrigation and iron tools on rural society in early medieval India using the supplied schematic
ഡേറ്റ ബിലോ. അപ്പം ഇതിനകത്തും ഒരു ഡേറ്റ തന്നിട്ടുണ്ട്. അപ്പൊ ടെക്നോളജിക്കൽ ചേഞ്ചസിനെ ബേസ് ചെയ്തിട്ടാണ് ഇറിഗേഷൻ സിസ്റ്റം, അയൺ ടൂൾസും ഒക്കെ എങ്ങനെ റൂറൽ സൊസൈറ്റി ഏർലി മിഡീവൽ ഇന്ത്യയിൽ ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അഗ്രികൾച്ചർ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്, സെറ്റിൽമെന്റ്സ്, ലോക്കൽ എക്കോണമീസ്, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കണം ഈ ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യേണ്ടത്. ഇതിപ്പോ ഈ ഡേറ്റയിൽ നോക്കുവാണെങ്കിൽ എന്താ, തമിഴ്നാടിനാണെങ്കിൽ കുറച്ചും കൂടെ മോർ ഇറിഗേറ്റഡ് വില്ലേജസ് ആൻഡ് അയൺ ടൂൾസ് വർക്ക്ഷോപ്സ് ഉണ്ട് ബംഗാളിനെയും കാട്ടില്. അപ്പം കുറച്ചും കൂടെ ഈസി എന്താ ഏർലിയർ ആൻഡ് ഫാസ്റ്റർ അഡോപ്ഷൻ ഓഫ് ടെക്നോളജി സൗത്ത് ഇന്ത്യയിൽ ഉണ്ടെന്ന് കാണാൻ പറ്റും. പിന്നെ മൾട്ടി ക്രോപ്പിംഗ്, പ്ലോയിങ്, ക്ലിയറിംഗ് ഫോറസ്റ്റ്, ഇതിന്റെ ഒക്കെ ഇറിഗേഷന്റെ ബേസിൽ വരുന്ന ആ ടോപ്പിക്സ് ഒക്കെ ഡിസ്കസ് ചെയ്തും ഒക്കെ നമുക്ക് ഈ ഒരു ആൻസേഴ്സ് എഴുതാവുന്നതാണ്. 8th ക്വസ്റ്റ്യൻ അതായിരുന്നു. ഇനി 9th, ഡിസ്കസ് ദ സ്ട്രക്ചർ ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് ന്യൂ സോഷ്യൽ ഓർഡർ ഓഫ് ഏർലി മിഡീവൽ ഇന്ത്യ using a sample property transaction contract between a Brahmana and a Shudra family as your reference point. അപ്പൊ ആദ്യമേ എന്താണ് ന്യൂ സോഷ്യൽ ഓർഡർ, അതിന്റെ സ്ട്രക്ചറും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യണം. മീൻസ് എന്തുകൊണ്ടാണ്, മീൻസ് എക്കണോമിക്, സോഷ്യൽ, റിലീജിയസ് സ്ട്രക്ചേഴ്സിലൊക്കെ ചേഞ്ചസ് കാരണമാണല്ലോ ന്യൂ സോഷ്യൽ ഓർഡർ വരുന്നത്. അപ്പം അതിന്റെ ബേസിൽ ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് നമുക്ക്, ബ്രാഹ്മണ ആൻഡ് ശൂദ്ര ഫാമിലി ഒരു റെഫറൻസ് പോയിന്റ് വെച്ചിട്ട് അവരുടെ പ്രോപ്പർട്ടി ട്രാൻസാക്ഷൻ വെച്ചിട്ടായിരിക്കണം. അപ്പൊ നമുക്ക് എക്സാമ്പിൾ പറയാം, ഒരു ശൂദ്ര കൾട്ടിവേറ്റർ ഒരു പീസ് ഓഫ് ലാൻഡ് ഒരു വിൽക്കുവാണെങ്കിൽ അപ്പം ആർക്കായിരിക്കും കൂടുതൽ, മീൻസ് ഈ ശൂദ്രയ്ക്ക് കുറച്ചും കൂടി ലിമിറ്റഡ് റൈറ്റ്സ് ആയിരിക്കാം. ഈ ലോക്കൽ എലൈറ്റ്സിനൊക്കെ എന്ത് വേണം, സമ്മതം വേണ്ടി വരും അവർക്ക് ഈ ഒരു ലാൻഡ് വിൽക്കാൻ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഡിസ്കഷന്റെ ബേസിൽ ആൻസർ ചെയ്യാവുന്നതാണ്. അപ്പൊ അത് കാസ്റ്റ് ബേസ്ഡ് ഹൈറാർക്കി, ലാൻഡ് ട്രാൻസാക്ഷൻ, പിന്നെ ബ്രാഹ്മണാസിന്റെ റൂള്, അല്ലെങ്കിൽ ശൂദ്രാസിന്റെ പൊസിഷൻ, ലീഗൽ ഡോക്യുമെന്റ്സ്, അതായത് ഈ ശൂദ്രാസിന് ഒരു സ്ഥലം വിൽക്കണമെങ്കിൽ അവിടുത്തെ പണക്കാരായിട്ടുള്ള ഫ്യൂഡൽ ലോഡ്സിന്റെ ഒക്കെ പെർമിഷൻ വേണ്ടി വരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടും, പിന്നെ ഡീസെൻട്രലൈസേഷൻ, അതൊക്കെ മിക്സ് ചെയ്തിട്ട് വേണം ആ ഒരു ക്വസ്റ്റ്യൻ നോക്കാൻ. ഇനി നെക്സ്റ്റ് ഷോർട്ട് നോട്ട് ആണ്. റൈറ്റ് നോട്ട്സ് ഓൺ എനി ടു ഓഫ് ദ ഫോളോയിങ്. Regional variation in the development of Sanskrit Kavya literature with excerpts from a hypothetical lost Kavya. അതും ഒരു ഹൈപ്പോത്തറ്റിക്കൽ ഇതിന്റെ ബേസിൽ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ecological influences on temple locations and materials illustrated with a simulated survey of temples in 3 river valleys. ഇപ്പം ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിക്കുന്നത് അത് ഫസ്റ്റിലെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് പോകേണ്ടത്. പിന്നെ നെക്സ്റ്റ്, മാരിടൈം ട്രേഡ് ബിറ്റ്വീൻ കോറമെന്റൽ കോസ്റ്റ് ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ യൂസിങ് ഓഫ് ഫിക്റ്റീവ് മാനിഫെസ്റ്റ് ഓഫ് ഗുഡ്സ്. അതായത് നമുക്ക് തന്നെ എങ്ങനെയാണ് അവിടുത്തെ ഒരു ഗുഡ്സിന്റെ, ഫിക്റ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ സ്വന്തമായിട്ട് സൃഷ്ടിച്ച് അല്ലെങ്കിൽ ഇമാജിൻ ചെയ്ത് എഴുതാവുന്നതാണ് ആ ഒരു ട്രേഡ് എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. പിന്നെ വിമൻസ് എഡ്യൂക്കേഷൻ ഇൻ ഏർലി മിഡീവൽ ഇന്ത്യ സപ്പോർട്ടഡ് ബൈ ആൻ ഇമാജിൻഡ് റെക്കോർഡ് ഫ്രം എ മൊണാസ്ട്രി സ്കൂൾ. അതും ഒരു ഇമാജിൻഡ് റെക്കോർഡിന്റെ ബേസിൽ ചെയ്യാവുന്നതാണ്. സോ ഇത്രയും ഈ 4 ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻ ചെയ്യാം. സോ ഇത്രയാണ് നമ്മുടെ ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിൽ വരാൻ ചാൻസസ് ഉള്ള ഏറ്റവും കൂടുതൽ, നമ്മുടെ റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ചാൻസസ് ഈ ക്വസ്റ്റ്യൻസിനൊക്കെയാണ്. ഇത്രയാണ് നമ്മുടെ ഈ ഒരു അനാലിസിസ്. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ്. ആൻഡ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ഹൈ ഇമ്പോർട്ടൻസ്, ഹൈ റെലവൻസ് ഉള്ള ടോപ്പിക്കിന് കൊടുക്കുക, പിന്നെ മീഡിയം ടോപ്പിക്സിന് കൊടുക്കുക. ഇതിൽ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാം തന്നെ കവർ ചെയ്തിട്ട് മാത്രം എക്സാംസിന് പോവുക. ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.